ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ ചില ആളുകൾക്ക് എന്നോട് ദേഷ്യം വന്നേക്കാം. ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ടാണ് ഒരു കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യം വരുന്നില്ല. പല സ്ഥലങ്ങളിലും കാണുന്ന ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ കല്യാണപ്രായമായിട്ടുള്ള ചെക്കന്മാരുണ്ടാവും, ആൺകുട്ടികൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വളരെ മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ചെക്കന്മാരായിരിക്കും. ഞാൻ എല്ലാവരും എന്നല്ല പറയുന്നത്, വളരെ ചുരുക്കം കുറച്ച് ചില ആൾക്കാർ കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും വളരെ മോശപ്പെട്ട രീതിയിലും ജീവിക്കുന്നുണ്ടാവുക. അവർക്ക് വീട്ടിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട്, അച്ഛനാവട്ടെ അമ്മയാവട്ടെ വീട്ടുകാരോടാവട്ടെ വലിയ ബുദ്ധിമുട്ട് അവർ കാരണം അനുഭവിക്കുന്നുണ്ടാവും. നാട്ടുകാർക്ക് അവർ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. ഫ്രണ്ട്സിന് അവർ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ വീട്ടുകാർക്ക് പൂർണ്ണമായിട്ട് അറിയാം ഒരു കല്യാണം കഴിക്കാനോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ നല്ല രീതിയിൽ നോക്കാനൊന്നും ഇവരെ കൊണ്ട് പറ്റില്ല എന്നറിയാം. അത്രത്തോളം ഈ ഡ്രിങ്ക്സൊക്കെ ആയിട്ട് പോകുന്ന കുറേ ആൾക്കാരില്ലേ, വളരെ മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അപ്പം പല വീടുകളും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാർ വരുമ്പം നമുക്ക് ഓൾറെഡി വീട്ടിൽ വലിയൊരു ലാബിലിറ്റിയാണ്. എന്നിട്ട് കല്യാണപ്രായമാവുന്ന സമയത്ത് നേരെ ചെയ്യുന്ന പരിപാടി, ആ പ്രായമാകുമ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ ഇവൻ റെഡിയാവും. ആ പോയിന്റ് നോക്കണേ, കെട്ടിക്കഴിഞ്ഞാൽ ഇവൻ നന്നാവും എന്നുള്ള തീരുമാനം വീട്ടുകാരങ്ങ് എടുത്തിട്ട് ഇവനെ കൊണ്ടങ്ങ് കെട്ടിക്കുക. എനിക്ക് നിങ്ങളെടുത്തൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവനെ പോലത്തെ ഒരാളെ കിട്ടുവാണെങ്കിൽ, ഇങ്ങനെ അവരിങ്ങനെ കെട്ടിക്കുവാണെങ്കിൽ നിങ്ങളെ കുട്ടീനെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കും. ഒരു കാരണവശാലും നമ്മൾ കെട്ടിച്ചു കൊടുക്കില്ല അല്ലേ? എന്തുകൊണ്ടാണ്? ആ കുട്ടിയുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും. അപ്പം മനസ്സിലാക്കേണ്ടത്, ഈ കല്യാണം കഴിച്ചിട്ട് നന്നാവേണ്ട സാധനം നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒന്നും ഇതിൻ്റെ മറ്റേ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുകയാണോ? അല്ല, ഒരു കുട്ടിയുടെ ജീവിതമാണ്. പൊന്നുപോലെ പോറ്റി വളർത്തിയ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ ഒരു കുട്ടിയാണ്, ആ കുട്ടിയുടെ ജീവിതമാണ്. ആ ജീവിതം ഒരാളുടെ സ്വഭാവം വെച്ച് പന്ത് കെട്ടാനുള്ളതല്ല. അപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് വെച്ചാൽ, ക്യാരക്ടർ മോശമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, നിങ്ങൾ കെട്ടിക്കരുത്, അവർ നന്നാവട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, കെട്ടിച്ചിട്ട് സ്വഭാവം മാറുക എന്നുള്ള കോൺസെപ്റ്റ് ഒന്നുമില്ല. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ കാര്യം ഉള്ളതുപോലെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് പറഞ്ഞ്, ആ പെൺകുട്ടിയോട് പറഞ്ഞ് അവരതിന് ഓക്കെയാണ് കല്യാണം കഴിപ്പിച്ചു. അല്ലാതെ ക്യാരക്ടർ മോശമുള്ള ചെക്കന്മാർ മൂടി വെച്ചിട്ട് കുട്ടീനെ കെട്ടിച്ചിട്ട് ഈ കുട്ടി എന്നിട്ട് അനുഭവിക്കുക, മരണം വരെ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊന്നും കൊണ്ടുപോവേണ്ടതില്ല കല്യാണം. അപ്പോൾ ഇങ്ങനെയൊന്നും കെട്ടിച്ചിട്ട് പ്രയോജനവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ക്യാരക്ടർ മോശമായ ചെക്കന്മാരാണെങ്കിൽ അവർക്ക് അതിനുള്ള അർഹതയില്ല. അവരത് നന്നാൻ ക്ലിയർ ആവട്ടെ. ഞാനൊരു ആൺകുട്ടിയാണ്, പക്ഷെ എന്നാൽ പോലും ചില കുട്ടികളുടെ വിഷമങ്ങൾ കാണുമ്പോൾ, ചില അവസ്ഥകൾ കാണുമ്പോൾ ശരിക്കും ചിന്തിച്ചു എന്തിനാണ് ഇതിനൊക്കെ കെട്ടിയെന്നുള്ളത്. കാരണം അതിനുള്ള ഒരു തരത്തിലുള്ള യോഗ്യതയുമില്ല. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാം, നമ്മുടെ വീട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ എവിടെയെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ കൃത്യമായിട്ട് അവരെക്കുറിച്ച് ആലോചനകൾ വരുമ്പോൾ, അവരെ കാര്യങ്ങൾ വരുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ വീട്ടുകാരോട് കാര്യങ്ങൾ തുറന്നു പറ, എന്നിട്ട് കെട്ടിക്കുക. അല്ലാതെ പെൺകുട്ടികളുടെ ജീവിതം വെച്ച് പന്ത് തട്ടരുത്.